ഹായ് എവരി വൺ. സോ ജാൻ 23 ആണ്. അപ്പോൾ നമുക്കിന്ന് ഒരു പൈൽ റീഡിങ് തന്നെ ചെയ്യാം. 2 പൈൽസ് ചൂസ് ചെയ്യാം. ടോപ്പിക്ക് എനിക്കിപ്പോൾ കൂടുതലായിട്ടും ക്ലയൻസ് വരുന്നത് മണി, അതുപോലെ കരിയർ ഒക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള വില്ലന്മാരായിട്ട് പറയുന്നത്. പക്ഷെ ശരിക്കും അതല്ല വില്ലന്മാർ, അവർ തന്നെയാണ്. അതവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. അവരായി ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോക്സാണ്. അത് മിറർ ചെയ്ത് കാണിക്കുന്നതാണ് കരിയറിലും മണി ബ്ലോക്കേജൊക്കെ ആയിട്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളവിടെ ഹീൽ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന കാര്യം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം. 2 പൈൽ എടുക്കാം നമുക്ക്. വൈ, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബ്ലോക്കേജസ് ലൈഫിൽ എന്നുള്ള അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പൈൽസ് എടുക്കാം. ഓക്കെ, 2 പൈല്. ഒന്ന് 3-1 ആണ് എനിക്ക് കയ്യിൽ വന്നത്. പിന്നെ ഒന്ന് വന്നത് 7-9 ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് 1-3 ഒക്കെ നിങ്ങൾ നന്നായി കാണുന്നുണ്ടെങ്കിൽ 3-1 അല്ലെങ്കിൽ 3-1 ആഡ് ചെയ്ത് 4 കാണുന്നു, 4 കോമ്പിനേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ എടുക്കാം. 7-9 7 എന്ന നമ്പർ കാണാം, 9 എന്ന നമ്പർ കാണാം. ഇങ്ങനെ കോമ്പിനേഷൻ 7-9 കാണാം. ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ നിങ്ങൾക്ക് പൈൽ 1 ഇതാണ്, പൈൽ 2 ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പൈൽ 1 റീഡിങ് ചെയ്യാം. ഓക്കെ, ഒന്ന് ക്ലെൻസ് ചെയ്യാം. കാരണം നല്ല രീതിയിൽ എനർജി ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫുൾ മൂണിന് ക്യാൻസറാണ് കഴിഞ്ഞത്. അല്ല, ക്യാൻസർ എന്ന് പറഞ്ഞാൽ വാട്ടർ സൈനാണ്. ഇമോഷണൽ ലെവലിൽ വളരെ ഇമോഷണൽ രീതിയിൽ നമുക്ക് ആ ഒരു ഫുൾ മൂൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ക്ലെൻസിങ്, പർജിങ്, വെറുതെ കരച്ചിൽ വരിക, വെറുതെ ഒരു കാര്യമില്ലാതെ നമുക്ക് സങ്കടം വരിക, എന്തൊക്കെയോ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹീൽ ചെയ്ത് പോയ കാര്യങ്ങൾ പിന്നെയും സർഫസിൽ വന്ന് നമുക്ക് എഗെയിൻ പെയിൻ വരിക, നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ച് പെയിൻ വരിക, അങ്ങനെ സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് ക്ലെൻസിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷോർട്സിൽ മെഡിറ്റേഷൻസ് പോലെയൊക്കെ 3 മിനിറ്റിൻ്റെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടവിട്ട് നമുക്ക് ഓരോ ക്ലെൻസിങ് ചെയ്യാം. ഓരോ മിക്ക ആൾക്കാർക്കും റീഡിങ്സിന് വരുമ്പോൾ ഷാഡോ വർക്കാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 മിനിറ്റ്സിൻ്റെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഹീൽ ചെയ്യാനുള്ളതും, അതുപോലെ ആങ്കർ ഇഷ്യൂ, ആങ്സൈറ്റി ഇഷ്യൂ, അങ്ങനെയൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ലോങ് വീഡിയോസ് മാത്രം കാണാതിരിക്കുക. ഷോർട്സിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് വരും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് 3-1 ചൂസ് ചെയ്തവരുടെ ലൈഫിൽ കരിയർ, ഫിനാൻസൊക്കെ ബ്ലോക്കേജസ് ആയിട്ട് വരുന്നത്. എന്ത് ഹീൽ ചെയ്യാനാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജസ് വരുന്നത് എന്നാണ്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ ഞാൻ താഴെ കൊടുക്കാം, ഒന്നെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, അതിലേക്ക് വേണമെന്നുള്ളവർ, ജെന്യുവനായിട്ട് റീഡിങ്സ് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചുമ്മാ ഹായും അങ്ങനെയല്ല, ഹായ് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഷോർട്ടായിട്ട് ഒരു ലൈക്ക് കറൻറ്റ് ഫീലിങ്സ് ആണ് അറിയേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ബ്ലോക്കേജസ്, അല്ലെങ്കിൽ യൂണിയൻ പീരീഡ്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഓഫ് റെസ്റ്റ് ഓഫ് 2025, അങ്ങനെ എന്താ ഇതുപോലെ 2 വേർഡിൽ പറയാൻ ശ്രമിക്കുക കേട്ടോ. കഥകളൊന്നും പറയാണ്ട് ഞാനതൊന്നും കേൾക്കില്ല കേട്ടോ, ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പേഴ്സൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇങ്ങനെ അയച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഫോമാറ്റ് അയക്കേണ്ടത്. അപ്പോൾ റീഡിങ്സ് വേണ്ടവർ ഈ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇതാണ് കാര്യം, ഇങ്ങനെ വെറുതെ ചിലർ വെറുതെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ടൈമും എനർജിയൊക്കെയാണ് പോകുന്നത്. രാത്രിയൊക്കെ നമുക്ക് ശബ്ദമില്ലാതെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വോയിസ് നോട്ട് അയച്ച് ഹീൽ ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ റീഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി വേസ്റ്റ് ആവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓൾറെഡി ഷിഫ്റ്റുകൾ നടക്കുന്ന ആ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ എനർജി കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 3-1 ആണ്. ഓക്കെ, ഫസ്റ്റ് കിട്ടിയ കാർഡ് ലവേഴ്സ് കാർഡാണ്. നോക്കി നോക്കാം ബാക്കി. ചിലപ്പോൾ നിങ്ങളൊരു ജേണിയിലാകുന്നത് കൊണ്ടും നിങ്ങൾക്ക് ബ്ലോക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറും മണിയൊക്കെ ഒന്ന് നീക്കി നിർത്തും യൂണിവേഴ്സ്. എന്താണ് നമ്മളെ പൂജ്യത്തിലേക്ക് കൊണ്ടുവരും, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഓരോന്നിനും വാല്യൂ പഠിപ്പിച്ച് പിന്നെ നമ്മളൊരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപയ്ക്ക് പോലും വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സണാക്കി മാറ്റും. ഓക്കെ, അടുത്ത കാർഡ്സ് കൊണ്ട് എടുക്കാം. കുറച്ച് കാർഡ്സ് എടുത്തിട്ട് പറയാം. ജസ്റ്റിസ്, യെസ്, കർമ്മ. നിങ്ങളൊരു ജേണിയിലാണെന്ന് എനിക്ക് ഫസ്റ്റ് കാർഡിൽ ഒരു 6-6ൻ്റെ ഇടയിലാണ് 11 വന്നിട്ടുള്ളത് അല്ലേ. ഒരു ജേണിയിലാണ് നിങ്ങൾ. എംപ്രസ് കാണുന്നുണ്ടോ? എംപ്രസ് കാർഡാണ്.
ഒക്കെ മേജർ ആർക്കാന കാർഡ്സ് ആണല്ലോ വന്നിട്ടുള്ളത്. ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ട്. ഇത് മാത്രമാണ് എന്ത് മൈനർ വന്നിട്ടുള്ളൂ. ടവർ കാർഡാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും കൂടെ വന്നിട്ടുണ്ട്. ബോട്ടം നോക്കാം. 2 ഓഫ് വൺസ് ആണ് കേട്ടോ. 2 ചോയ്സസ്. എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ, ജഗ്ലിങ് എനർജിയാണ് ഈ ഒരു 2 ഓഫ് വൺസ്. 2 ചോയ്സാണ്. ഏത് ജോലി ചൂസ് ചെയ്യണം, ഏത് പേഴ്സണെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോകുമ്പോഴും 2 കാര്യം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ 2 പേര് വിളിച്ചിട്ടുണ്ടായിരിക്കും പാർട്ട്ണർ. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യണോ അതോ ഇതിൽ ചെയ്യണം. ഒരു കൺഫ്യൂസ്ഡ് എനർജി, എപ്പോഴും ഒരു ജഗ്ലിങ് എനർജിയൊക്കെ ആയിട്ടാണ് നമ്മളുടെ ടാരോയിൽ പറയാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഷാഡോ വർക്കിൻ്റെ ആവശ്യമുണ്ടായിരിക്കും. കാണുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് ആണ്. ഒന്നാമത് നിങ്ങളുടെ ജേണിയിലൂടെ കടന്നു പോകുന്ന ട്രാൻസിഷൻസ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്. നിങ്ങളുടെ ആ ഒരു പഴയ ചട്ടക്കൂടൊക്കെ പൊളിച്ച് വൃത്തിയാക്കി നിങ്ങളുടെ സോൾ ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ട്വിൻ ഫ്ലെയിം ജേണി ആണെന്നല്ല, സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്നവരാണ് ധാരാളം പേര്. അപ്പോൾ അതാണ് ആദ്യം കിട്ടിയ കാർഡ്. അപ്പോൾ സ്പിരിച്വൽ ജേണിയിലേക്ക് നിങ്ങൾ ആ ജേണിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഒരു പെയിൻ കിട്ടണമല്ലോ. പെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് മേ ബി ഒരു പാസ്റ്റ് ലൈഫ് പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കും, അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, മേ ബി ബ്രേക്കപ്പ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോഴാണ് ആ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾ ദൈവത്തിനോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ നിങ്ങളോടും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് മെയിൽസ് ആണെങ്കിൽ, ഫീമെയിൽസ് ആണെങ്കിൽ മാരീഡ് സിറ്റുവേഷൻ ആയവരാണ് ധാരാളം പേര്. കാരണം എംപ്രസ് എനർജിയാണ് കാണുന്നത്. അതുപോലെ മെയിൽസും മാരീഡ് സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു 10-30 വയസ്സായിട്ട് മാരേജ് ചെയ്യാത്തവരും കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം സ്ലോ ആയിട്ട് വരികയാണ് കേട്ടോ. അതാണ് ആദ്യം പറയേണ്ടത്. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് വരുന്നത്. സ്റ്റഡി ആ ഒരു വേർഡും കൂടി ഉണ്ട്. കാരണം മെല്ലെ വന്നാലും അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് അത്രയും കർമ്മയുണ്ട്. ജസ്റ്റിസ് കാർഡ് കണ്ടില്ലേ? ജസ്റ്റിസിൻ്റെ താഴെ ജഡ്ജ്മെൻറ്റാണ്. നിങ്ങളൊരു വിധിക്ക് കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണിൻ്റെ പിന്നാലെ ആണെങ്കിൽ അവർ തിരിച്ചു വരുമോ അതും ഉറപ്പില്ല. എന്നാൽ വരുമെന്നൊരു ആരോ പറഞ്ഞൊരു ഇതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡിലായ പോലെ യൂണിവേഴ്സിനോട് നിങ്ങൾ പല കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് സാധിച്ചു തരാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് തരണമെങ്കിൽ നമ്മുടെ വൈബ്രേഷൻസ് അതിനുള്ള വൈബ്രേഷൻസ് അല്ല. ഒന്നാമത് നന്നായിട്ട് ടവർ മൂവ്മെൻറ്റ്സ് കണ്ടോ. നിങ്ങൾക്ക് ഫിയർ ഫാക്ടർ, ആൻസൈറ്റി ഫാക്ടർ ഭയങ്കര വെറുതെ പേടിയാണ്. എന്തിനാണെന്ന് അറിയില്ല, വെറുതെ പേടിക്കുക. അയ്യോ നാളെ എന്താവും, എൻ്റെ മക്കൾ ഇനി വലുതായി വരും നാളെ, അങ്ങനെ വെറുതെ വ്യാകുലപ്പെടുന്ന എനർജിയാണ്. നാളെ എന്നുള്ളത് നമുക്കൊരു സ്വപ്നമാണ്. ഇന്ന് ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നാളെ കണ്ണ് തുറന്നാലല്ലേ നാളെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് അറിയില്ല. ചിലപ്പോൾ നാളേക്ക് ഞാൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി പേടിക്കാതിരിക്കുക. ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ അപ്പോൾ നാളേക്ക് വേണ്ടി പേടിക്കുന്നത് കൊണ്ട് ഇന്നത്തെ മൊമെൻറ്റ് നിങ്ങൾ ആ ഒരു പ്രസൻറ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്ന മൊമെൻറ്റ് മിസ് ചെയ്യണം പലപ്പോഴും എല്ലാവരും. നാളേക്ക് വേണ്ടി ജീവിക്കുക, എന്നിട്ട് നാളേക്ക് അവരെത്തുന്നുമില്ല. അപ്പോൾ അവർക്ക് അതുമല്ല ഇതില്ലാത്തൊരവസ്ഥയാണ്. സോ എന്താ പറയുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ചെയ്യേണ്ട നല്ല പ്രവൃത്തികൾ ചെയ്യാം. എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് നിങ്ങൾ കൊയ്യുന്നത്. നല്ല പ്രവൃത്തി ചെയ്യുക, നല്ലത് പറയാം, പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയാതെ ബാക്ക് സ്റ്റാബിങ്, അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഹീലിങ്ങിന് വന്നു, ഹീലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യുന്നില്ല, അവർ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ വൈഫാണ് എന്നെ കൊണ്ടുവന്നത്, അവരുടെ പേഴ്സണും. അപ്പോൾ വൈഫ് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ്. അതെന്താ, ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ചെയ്യുന്നില്ല എന്നോണ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചീത്ത കേൾക്കുമായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാണ്, അപ്പോൾ വേറൊരാളെ മേൽ ദോഷമിടുക, അല്ലെങ്കിൽ ഒരു ഇത് പറയുകയാണ്. ശരിക്കും അത് തെറ്റല്ലേ, കർമ്മയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു, ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, റിപ്ലൈ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ബോധ്യമായി. ഇപ്പോൾ അവിടെ പറയുന്നത് അവർ തന്നിട്ടില്ല എന്നാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റൊക്കെ ഓർഡർ ചെയ്തതല്ലേ. നമ്മൾ പേയ്മെൻറ്റ് മാത്രമല്ല, നമ്മൾക്കൊരിടത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഓരോരുത്തർ ഹീൽ ചെയ്യാൻ വരുമ്പോൾ. കാരണം നിങ്ങൾക്ക് വെളിച്ചം തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി. അത് എത്ര നാളുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഉള്ള വരെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അതിന് എനർജി എക്സ്ചേഞ്ച് വാങ്ങിക്കും ഞാനുണ്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയൊക്കെ ഒരുപാട് റീഡിങ്സ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ റീഡിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുപ്പാണ്, വളരെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു സമയം ഇപ്പം അങ്ങനെ തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഉച്ചയ്ക്കൊന്നും ഉറങ്ങാറില്ല. പക്ഷേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉറങ്ങിപ്പോയ സിറ്റുവേഷൻ, അത്രയും ടയേർഡ് ആവുകയാണ്. രാവിലെ തീരെ എണീക്കാൻ പറ്റുന്നത്. അത്രയും എനർജി, നിങ്ങളുടെ ഓരോ എനർജി ഇതിലേക്ക് വരുമ്പോൾ അതൊക്കെ ക്ലെൻസൊക്കെ ചെയ്ത് വരുമ്പോൾ എൻ്റെ ശരീരവും അവിടെ ആ സോളൊക്കെ ഒന്ന് റെസ്റ്റിംഗ് പീരീഡിലേക്ക് പോകും.
അതുകൊണ്ടാണ് ഞാൻ എനർജി എക്സ്ചേഞ്ച് മസ്റ്റായിട്ട് വാങ്ങുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇതും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ എന്താ പറയുക, അവരെ ബാക്ക് സ്റ്റാബ് ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. അത് നിങ്ങൾക്ക് കർമ്മയായിട്ട് ഒരു ജസ്റ്റിസ് കാർഡ് വരുമ്പോൾ നിങ്ങൾ എന്ത് കർമ്മയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കർമ്മ ചെയ്തു ഒരാളെ വേദനിപ്പിച്ചെങ്കിൽ പിന്നെ ജസ്റ്റിസ് നിങ്ങളെ പിന്നാലെ വരും. നിങ്ങൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിന് താഴെ തന്നെയാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡും കിട്ടിയിട്ടുള്ളത്. അതെന്താ ജഡ്ജ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 പേര് എണീറ്റിട്ട്, 2 പേരിൽ 1 2 3 4 5 6 ഒരു 6-7 പേര് എണീറ്റിട്ട് കുട്ടികളുണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്, ഗബ്രിയലാണ്, യൂണിവേഴ്സ് എന്താണ്, ഞങ്ങൾക്ക് എവിടെയാണ്, ഞങ്ങൾക്ക് മരിച്ചു, കൊഫിന് ശവകുടീരത്തിൽ നിന്ന് എണീറ്റ് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. സോള് ചോദിക്കുക, സോളാണ് കേട്ടോ, ലൈക്ക് സോളായതുകൊണ്ടാണ് നേക്കഡായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഹെവനാണോ, സ്വർഗത്തിലേക്കോ അതോ നരകത്തിലേക്കാണോ ഞങ്ങൾ പോവേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിന് പ്രത്യേകിച്ചൊരു ഐഡിയ കൊടുക്കുന്നത്, ഐഡിയ അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ 2 കർമ്മവും സെയിമാണ്. നല്ല കർമ്മവും അതുപോലെ മോശ കർമ്മവും ഈക്വൽ 10-10 ആകുമ്പോൾ ഇവരെ എവിടേക്കാണ് വിടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ആസ്ട്രലിൽ നിൽക്കേണ്ട സിറ്റുവേഷൻസും കൂടിയാണ്. എനിക്ക് ഇങ്ങനെ സ്റ്റാര് പഠിച്ച് വരുമ്പോൾ കുറേ ഡീപ്പറായിട്ടുള്ള നോളജസ് കിട്ടുമല്ലോ, ക്ലാരിറ്റി. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. 10-10 കണ്ടു, 10-10 അതുപോലെ ഇതൊക്കെ 10 കോമ്പിനേഷൻസ് കാണുന്നുണ്ട്. കർമ്മയാണ് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഉള്ള കർമ്മ, നിങ്ങൾ ഈ ഒരു പൈൽ 1 ചൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കർമ്മ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കർമ്മ ബാഗേജസ് കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹെൽത്ത് കണ്ടീഷൻസ്, മക്കളുടെ മാരേജ് കഴിയാതെ നിൽക്കുന്നുണ്ടായിരിക്കും, ജോലി കിട്ടിയിട്ടും നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടും സഹായിച്ചിട്ടും തിരിച്ചു തരാൻ തോന്നിക്കാത്തത്, വെറുതെ പോകുമ്പോൾ ആക്സിഡൻറ്റ്സ് ആവുക, അങ്ങനെ ഇതൊക്കെ കർമ്മ ബേസ്. നല്ല പ്രവൃത്തി ചെയ്യുക, നല്ല സറൗണ്ടിങ്സിലേക്ക് പോവുക. അതുപോലെ നമുക്ക് ജോലി ഇല്ലെങ്കിൽ വേറെ ആൾക്ക് ജോലി കിട്ടിയിട്ട് കാണുമ്പോൾ അവർക്ക് ബ്ലെസ് ചെയ്യുക, അവരെ ബ്ലെസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വരിക. അങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം അത് ലോകത്തിലേക്ക് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ യൂണിവേഴ്സ് ഈ ലോകത്തിലെല്ലാ കപ്പിളും നല്ല രീതിയിൽ ആ ഒരു അൺകണ്ടീഷൻ ലവ് കിട്ടി ജീവിക്കട്ടെ, അല്ലെങ്കിൽ അവരിലേക്കൊക്കെ അവർ ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ല രീതിയിൽ പോകട്ടെ എന്നൊരു യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ കൈ 2 മുകളിലേക്ക് പിടിച്ച് ഇങ്ങനെ ബ്ലെസ്സിങ്സ് കൊടുക്കുമ്പോൾ ആ ഒരു എനർജി തിരിച്ച് ആ ഒരു യൂണിവേഴ്സിൽ നിങ്ങളും ഉണ്ടോ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഫിനാൻസും കരിയറും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടവർ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആളുകൾ അത്രയും നാൾ നിന്നൊരാൾ പെട്ടെന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പോലും ക്ലാരിറ്റി തരാതെ. അതൊക്കെ നിങ്ങൾ ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേ ബി സൂയിസൈഡ് തോട്ട്സ് വരെ വന്നിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം ഞാൻ പറയുന്നു, സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന്. ഒരിക്കലും ഇല്ല, ഇതുപോലെ മരിച്ചു കഴിഞ്ഞ് നിൽക്കേണ്ടി വരും, പുറത്തേക്ക് പോകാതെ. ലൈക്ക് ആസ്ട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും സോള്. കാരണം നിങ്ങൾ കർമ്മം കഴിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം പോലും കിട്ടാതെ അത് അത്രയും പെയിൻഫുൾ സിറ്റുവേഷൻസും ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും സ്പിരിച്വലായിട്ടൊക്കെ ഉള്ളവർ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ബ്ലെസ്സിങ്സ് തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആസ്ട്രലിൽ നിന്ന് കടന്നു പോകാനുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്പിരിച്വലായിട്ടൊരു പേഴ്സൺസ് നിങ്ങളുടെ ഫാമിലിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളോളം ഇങ്ങനെ നിന്ന് ദുരിതം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഈ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ ചതിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, 8 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനുമുള്ള പവർ തിരിച്ചറിയുന്നോർത്താണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ 13 മിനിറ്റ് ഞാനിത് പറഞ്ഞത്, ഈ ഒരു പൈൽ 1 കാണുന്നവർ, എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനോട് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ കാണുന്നവർക്കുള്ള മെസ്സേജസ് ആണ്. എംപ്രസ് കാർഡ് പറയുന്നുണ്ട് മദർഹുഡ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മദർഹുഡ് പോലും അനുഭവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. കാരണം ഓവർ ബർഡനാണ് മക്കളുടെ കാര്യം, അവരെ കാര്യം, ഇവരെ കാര്യം. അതിലേക്ക് ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് മിസ് ചെയ്ത് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളും നല്ലൊരു ഇൻറ്റ്യൂട്ടീവായിട്ട് ലേഡിയാണ്, നാച്ചുറുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക. കണ്ടോ, അതൊക്കെ ചെയ്യാം കേട്ടോ. ഫെർട്ടിലിറ്റി പീരീഡ് എന്നൊക്കെ പറയുന്ന സമയമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മദർഹുഡ് ആ ഒരു മാതൃത്വം ഒന്ന് എൻജോയ് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടി ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് വാക്കിങ്ങിന് പോവുക. എപ്പോഴും മക്കളെന്ന് പറഞ്ഞാൽ ആ ഒരു വലയത്തിൽ നിൽക്കുമ്പോൾ അറ്റാച്ച്മെൻ്റ് ആണ് പഠിപ്പിക്കുന്നത്. ഈ എബ്രോഡൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഞാൻ ഉക്രൈനിൽ പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓരോ കോളേജായിട്ട് അല്ലെങ്കിൽ ഓരോ ജോലികൾ ചെയ്തിട്ടാണ് അവർ ബാക്കിയുള്ള കോഴ്സസ് പഠിക്കുന്നത്. നമ്മളിവിടെ പാരൻസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ആണ്. പക്ഷെ അവർ അങ്ങനെയല്ല, അവർ ഭയങ്കര ഏബിളാണ്. അവർക്ക് അതുകൊണ്ട് എന്ത് ജോലി, ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിൽ പോലും അവരത് ചമ്മലില്ലാതെയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ അവരെ ബിൽഡ് ചെയ്യും, അവരെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആക്കി വിടുകയാണ്. അതുകൊണ്ട് അവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും അവർക്ക് പെട്ടെന്ന് ഫേസ് ചെയ്യാനുള്ള തയ്യാറായിരിക്കും. അത്ര സൂയിസൈഡ്സ് ഒന്നും അവിടെ ഞാൻ പോയ സമയത്ത് 4-5 കൊല്ലം 4.5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആക്സിഡൻസ് ഒക്കെ വളരെ കുറവാണ്. സൂയിസൈഡായിട്ടൊന്നും നമ്മുടെ നാട്ടിലത്തെ പോലെ ന്യൂസസ് ഒന്നും
അങ്ങനെയല്ല അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ കുറവാണ് അവിടെ. കാരണം അവിടെ ഒന്നുകൂടി എല്ലാവർക്കും സ്ട്രെങ്ത്തും എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അങ്ങനെയാണ് അവരെ വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ പാരൻസ് നമ്മുടെ മക്കളെ സ്പൂൺ ഫീഡ് ചെയ്യാതെ അവർക്ക് നമ്മൾ മരണപ്പെട്ടു പോയാലും അവർക്ക് അവരുടേതായിട്ടുള്ള കർമ്മ എടുത്ത് പോകാനുള്ള പവർ സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഞാനില്ലെങ്കിൽ എൻ്റെ മക്കളെ എങ്ങനെ ജീവിക്കുന്നു. അവരുടെ സോളിൽ ഓൾറെഡി നമ്മളില്ലെങ്കിൽ അവിടെ റിപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ സോൾമേറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ അവിടെ ഓരോ ആൾക്കാർ നിയമിച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എല്ലാം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, എഴുതി വെച്ച ആ ഒരു ഡ്രാമയിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കടന്നു പോവേ വേണ്ടൂ. മനസ്സിലായോ? പക്ഷെ നമ്മളിതൊക്കെ നമ്മളാക്കി ഉണ്ടാക്കുന്ന പോലെ അല്ല, അതൊക്കെ നമ്മുടെ കർമ്മയാണ് നടക്കുന്നത് എന്നുള്ള ബോധ്യം ഇനിയും നിങ്ങൾക്ക് ഒന്ന് ക്ലാരിറ്റി വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ബ്ലോഗ്സ്. കർമ്മയാണ് ആദ്യം പറയുന്നത്. നിങ്ങളൊരു ജേർണിയിലാണ്. പെട്ടെന്ന് ലൈഫിൽ പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഹീൽ ചെയ്യുക. എന്ത് വന്നാലും ഇപ്പോൾ ഒരാൾ ചതിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പോകണ്ട. പക്ഷേ അവർ ചീറ്റ് ചെയ്തു, അതെൻ്റെ എനർജിയാണ്. എന്നുള്ളിൽ നിന്ന് ഞാൻ എന്നെ എവിടേക്കോ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ചീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പറ്റിക്കണമെന്ന് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ആഗ്രഹിച്ച സമയത്ത് അത് പൈസ ഉണ്ടായിട്ട് വാങ്ങാതെ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ചേട്ടനോട് വേദന വന്നു, അതൊരു കൈൻഡ് ഓഫ് ചീറ്റിങ് തന്നെയാണ്. അങ്ങനെ പല രീതിയിൽ നിങ്ങൾ നുണ പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പല രീതിയിൽ നുണ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ ഹീൽ ചെയ്യേണ്ടി വരും കേട്ടോ. സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, സ്വപ്നങ്ങളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക. ഓക്കെ, പഴയ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ കുസൃതികളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഹീൽ ചെയ്യാനൊന്നും അറിയുന്നില്ലെങ്കിൽ ഒരു ബുക്കും പെന്നും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതാൻ ശ്രമിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ പോലും മറന്നുപോയ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരും. അതാണ് എഴുതി പഠിക്കാൻ പറയുന്നത്. പെട്ടെന്ന് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് മിറർ എക്സസൈസ്, ഷാഡോ വർക്ക്സ് നിർബന്ധപൂർവ്വമായി ചെയ്തിട്ട് ഹീൽ ചെയ്ത് കളയാം. 10 of Wands നോക്കൂ. 2 of Wandsൻ്റെ താഴെ 9 of Swords വിഷമമാണ് കാണിക്കുന്നത്, പെയിനാണ്. അപ്പോൾ പെയിനിൽ നിന്ന് കഴിഞ്ഞാൽ പെയിൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളിങ്ങനെ വേദനിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ലൈഫിലേക്ക് വേദനിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഓക്കെ, 70 minutes ആയി. ഇന്ന് കുറച്ചധികം പറഞ്ഞു. ബിക്കോസ് അധികം അത്രയും മേജർ ആർക്കാന കാഴ്ച 1, 2, 3, 4, 5 ഈ 5 കാർഡ്സിന് മേജർ ആർക്കാനയാണ്. മേജർ ആർക്കാന എന്ന് പറയുന്നത് ഇന്നിപ്പോൾ റീഡ് ചെയ്തെങ്കിൽ പോലും നാളേക്ക് വേണമെങ്കിൽ ഹോൾ ജനുവരി വരെ അല്ലെങ്കിൽ ഹോൾ ഫെബ്രുവരി വരെ അത്രയും ലോങ് ടൈമിന് ഈ എനർജീസ് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാർഡ്സ്. ഒരു 3 കാർഡ് മാത്രമേ മൈനർ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം മേജർ ആർക്കാന കാർഡ്സ് ആണ്. അപ്പോൾ ടാരോ പഠിച്ചവർക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, എനർജി അധികം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3-1 പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ ബ്ലോക്കേജസ് നിങ്ങൾ തന്നെയാണെന്നുള്ള ആക്സെപ്റ്റൻസ് ആദ്യം ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ തന്നെയാണ് എൻ്റെ പ്രശ്നം. ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള ധൈര്യം ഉള്ളിൽ നിന്ന് തന്നെ വരും കേട്ടോ. ഓക്കെ, ഞാനൊന്ന് കോഡ് കട്ട് ചെയ്യട്ടെ കേട്ടോ. കാരണം എനർജി നന്നായിട്ടേ കുറച്ച് കൂടിയത് കൊണ്ട് യൂണിവേഴ്സ് നമ്മളെപ്പോഴും കോഡ് കട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡാണ്. ബിക്കോസ് ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എനർജിയാണെന്ന് പറയാം, ശക്തിയാണല്ലോ. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ് സൈൻ. അപ്പോൾ 3-1 ഫൈൽ 1 കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് 7-9 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഫൈൽ 2 സെലക്ട് ചെയ്തവർക്ക് എവിടെയാണ് ഇനി അവർക്ക് ഹീൽ ചെയ്യേണ്ടത്. 3 അല്ല, ഒരു 6-7 കാർഡ്സ്, അത്ര കാർഡ്സ് എടുക്കുന്നില്ല. ഒരു കാർഡ് വീണിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് ആണ്. നിങ്ങൾ പലവരും മദർഹുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവരാണെങ്കിൽ അത് നല്ല രീതിയിൽ ആ ജെൻഡർ റോൾസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അമ്മായിയമ്മ പോരെടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അമ്മ ഭരണം ചെയ്യുന്നുണ്ടോ? ഒരു ഫാമിലി എനർജിയുടെ ഒരു ഭരണമാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, എഗെയിൻ ഇതും ഒരു ജേർണിയെ പറയുന്നു. അതൊക്കെ ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മളൊക്കെ ചിലവർക്ക് അങ്ങനെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അമ്മായിയമ്മയാണ് അപ്പോൾ അവരൊന്നും ഇക്ഷ ഇഞ്ഞ വരപ്പിക്കാം. അത് നിങ്ങളുടെ കർമ്മ. നിങ്ങൾ വയസ്സാവുന്ന സമയത്ത് ആ ഒരു കർമ്മ കൊണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ വല്ല അസുഖമൊക്കെ വന്ന് കിടക്കുമ്പോൾ ഈ പറയുന്ന അവരൊക്കെ ആയിരിക്കും നോക്കാനുണ്ടായിരിക്കുക. മനസ്സിലായി? അപ്പോൾ കർമ്മ ചെയ്യാതിരിക്കുക. ഇവിടെ അടുത്ത് ഞാനിങ്ങനെ പെറ്റിനായിട്ട് വാക്കിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊരു വീഡിയോയിൽ ഒരു പ്രായമായ ഒരു അമ്മ ഇങ്ങനെ കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊരു ശബ്ദം. അപ്പോൾ പറഞ്ഞ അവരുടെ ഒരു ഗ്രാൻഡ് മദറിൻ്റെ സിസ്റ്ററുണ്ട്. അവർ കുറച്ച് നാളായിട്ട് കൊല്ലങ്ങളായിട്ട് അവർ അസുഖമൊക്കെ വന്നു, പക്ഷെ മരണപ്പെട്ട് പോകുന്നില്ല. കാരണം എനിക്കപ്പോൾ ഇൻഡ്യൂറ്റീവ്ലി കണക്റ്റ് ആയത് നല്ല പ്രായത്ത് എന്തൊക്കെയോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ആ സോളിൻ്റെ പ്രസൻസ് വരുമ്പോൾ ഇവർക്ക് അറിയാൻ കുറ്റബോധം ഓർമ്മ വരുമ്പോൾ സംസാരിക്കാൻ പറ്റാതെ കരയാനേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കരയുന്നതാണ് കേൾക്കുന്നത്. ഉറക്കം ഉള്ളിട്ട് കരയണം, പുറത്തേക്ക് കേൾക്കാൻ ശബ്ദം. അപ്പോൾ
അതാ പറയുന്നത്, നല്ല പ്രായത്തിൽ നല്ല കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ വയസ്സാവുന്ന സമയത്ത് ഇങ്ങനെ ആ സോളിൻ്റെ പ്രസൻസ് ഒക്കെ വരുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് കുറ്റബോധം വരികയാണ്. അതുകൊണ്ടാണ് ആ സോള് വിട്ടു പോകാത്ത, ശരീരം വിട്ടു പോകാത്ത. എന്തുകൊണ്ട് നമുക്ക് അധികം അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ മക്കളോട് അല്ലെങ്കിൽ കുറേ സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ നമുക്ക് മരണക്കിടക്കേ കിടന്നാലും കുറേ പേര് കണ്ട് 10 കൊല്ലമൊക്കെ ഇങ്ങനെ ബെഡ് റിട്ടൺ കിടക്കുന്നത് കാരണം അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് സോളിൻ്റെ ശരീരം വിട്ടു പോകാൻ പറ്റാതെ ഇങ്ങനെ എന്താ പറയുക, ബ്രഹ്മകുമാരീസിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കണം, യൂണിവേഴ്സിലേക്ക് നിങ്ങളെയും സറണ്ടർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള ആ ഒരു എൻഡിങ് വരാനും കൂടെയാണ്. ഓക്കെ, അപ്പോൾ അറ്റാച്ച്മെൻറ്റ് വെടിയാ കേട്ടോ. എനിക്ക് ഈ കാർഡ് വന്നപ്പോൾ ഒരു മദറിൻ്റെ ഇത് വന്നപ്പോൾ എനിക്ക് ആ സ്റ്റോറി ഓർമ്മ വന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് എടുക്കട്ടെ. ഹെർമിറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്കൻഡ് ബെൽ ചൂസ് ചെയ്തവർക്ക് ഒന്ന് സോൾ സെർച്ചിങ് പീരീഡ് ആണ്. ഒന്ന് സൈലൻ്റ് ആവേണ്ട 1-2 ഇയറോ അല്ലെങ്കിൽ ഒരു 6 months to 1 year വരെ ഒരു സോൾ സെർച്ചിങ് പീരീഡാണ്. അവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും ഒന്നും വർക്കൗട്ട് ആവില്ല. അവിടെ നിങ്ങളോട് പറയുന്നത് നിന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. നിന്നെ നീ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഡിവൈൻ ടെസ്റ്റ് വരും. ബോട്ടം നോക്കട്ടെ, യെസ്, ഡിവൈൻ്റെ ടെസ്റ്റ് വരും. ആ ഡിവൈൻ ടെസ്റ്റ് വന്നു അതിലൊക്കെ പാസ്സായി മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ 4th ക്ലാസ്സിലാണെങ്കിൽ 5th ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു മിനിമം മാർക്ക് വേണം. ആ മിനിമം മാർക്ക് വരണമെങ്കിൽ ഡിവൈൻ പല രീതിയിലും ടെസ്റ്റ് ചെയ്യും. എന്നെ ദേഷ്യം മാറി എന്നൊക്കെ പറയും കേട്ടോ ഒരു പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു ശരി, മാറിയിട്ടുണ്ടാവില്ല, അതൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ മാറില്ല, നിങ്ങൾക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ അറിയാൻ സാധിക്കും. അവിടുന്ന് 2 മാസം കഴിഞ്ഞ് പിന്നെയും മെസ്സേജ് വരും, പിന്നെയും ഞാൻ ലോ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഹീൽ ചെയ്യണം, ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറില്ല. ഒരു കാര്യം ഒരാഴ്ചയോ അല്ലെങ്കിൽ 21 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 90 ദിവസമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. അപ്പം മാജിക്കിൻ്റെ പ്രാക്ടീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെയാണ് പകുതി വരെയൊക്കെ ചെയ്തവർ. ഇപ്പോൾ 1-2 പേരത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരും. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് പല ഇൻവെൻഷൻസും ലൈക്ക് ഓരോന്നും കണ്ടുപിടിച്ച ആൾക്കാർ ഇപ്പോൾ ഇന്ന് ഐഡിയ വന്ന് നാളേക്ക് വർക്കൗട്ട് ആയിട്ടില്ല. കുറേ കൊല്ലങ്ങളോ അല്ലെങ്കിൽ കുറേ പ്രാവശ്യം ഈ ബൾബ് കണ്ടുപിടിച്ച ഐഡിയസിനൊക്കെ 100 പ്രാവശ്യം 99 പ്രാവശ്യമൊക്കെ മീൻസ് ട്രൈ ചെയ്ത് വിൻ ചെയ്യുന്നു, അല്ല ഫെയിൽ ആവുന്നു, പിന്നെയും ട്രൈ ചെയ്യുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്നും ട്രൈ ചെയ്താൽ മാത്രമാണ് വർക്കൗട്ട് ആവുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് നടന്നില്ല എന്ന് കരുതി ബിലീവ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു, ഇതിലത്തെ കുറച്ച് എനർജിയാണ് കാണുമ്പോൾ പറയാൻ തോന്നുന്നത്. ചിലവർ ഹീലിങ്സിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഭയങ്കരമായിട്ട് ഇന്നർ ചൈൽഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ അടുത്ത് നല്ല എവിടെ ഹീലിങ്ങിന് പോയാലും ചിലവർക്ക് ഇന്നർ ചൈൽഡൊക്കെ ഹീൽ ചെയ്ത് വരുമ്പോൾ ടയേർഡ്നെസ് വരും, ചിലവർക്ക് പനി വരാം അല്ലെങ്കിൽ വയ്യായികയൊക്കെ വരാം. അത് അവരുടെ പ്രശ്നം, ട്യൂട്ടർ അല്ലെങ്കിൽ ആ ഹീലറിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ഉള്ളിലത്തെ എനർജീസ്, അത്രയും എനർജീസ് ഉണ്ട്, ഓരോ ലൈഫ് ടൈമിൽ എനർജീസ് ഉണ്ട്. അപ്പോൾ അതിനെ അവിടുന്ന് എനർജീസ് തരുമ്പോൾ അല്ലെങ്കിൽ അത് ഇന്നർ ചൈൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജീസാണ് അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അതിനെ പുറത്തേക്ക് കളയണം. മനസ്സിലായി? അത് നിങ്ങളുടെ പ്രശ്നമാണ്, അതൊരിക്കലും വേറൊരാളുടെ പ്രശ്നമല്ല കേട്ടോ. ചിലർക്ക് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ഒരു പറയണ ഞാൻ കേട്ടു. അപ്പോൾ മാം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ചെയ്തപ്പോൾ എനിക്ക് ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് വന്നു, പിന്നെ ഭയങ്കര ടയേർഡായി. അപ്പോൾ എനിക്ക് നിർത്തിയപ്പോൾ അവരുടെ അടുത്ത് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത് അറിവില്ലായ്മ കൊണ്ട്. ഒരാൾക്കും നമ്മൾ എന്തൊരു കാര്യം ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ എനർജിയാണ് അവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്താൽ മാത്രമാണ് എനർജി കംപ്ലീറ്റ്ലി പോവുകയുള്ളൂ. അപ്പോൾ ടയേർഡ്നെസ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഹീലിങ്സ് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കൂ എന്ന് പറയുന്നത്. ഒക്കെ നിങ്ങൾ കേൾക്കുക കേട്ടോ. ഇതിൽ കാണിക്കുന്ന ചാരിയറ്റാണ്. 3 of Swords ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയിട്ട് സൈലൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുന്നത്. നിങ്ങളും അങ്ങനെയായിരിക്കും, എല്ലാത്തിൽ നിന്നും വിട്ടു നിന്നൊരു വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഒരു മിനിറ്റ്, എനിക്കിനി ഇടയിൽ നിന്ന് എടുക്കാൻ തോന്നി. സ്റ്റാർ കാർഡ്. ഓക്കെ, ഇപ്പം മിസ്സിങ് എനർജിയാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ബ്ലോക്ക് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കും കണ്ടില്ലേ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ലേ ന്യൂസിലൊക്കെ. റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇങ്ങനെ കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് കർമ്മ എഫക്റ്റുകളും ഞാൻ പറയാൻ ട്വിൻ ഫ്ലെയിം ജേണിയാന്ന് പറഞ്ഞ ഒരുപാട് പേര് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കൊണ്ട് നടക്കുന്നുണ്ട്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല. ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ ഈ ന്യൂസിലൊക്കെ വരുന്ന പല എനർജീസ് നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കും, ഞാനും അങ്ങനത്തെ ജേണിയിലാണോ, അതോ ഞാൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണോ, ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം കൊളാക്കണോ, ഞാനിങ്ങനെ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടാതെ ആകുമ്പോൾ ഞാൻ പുറത്തുനിന്ന് തേടുന്നത് റൈറ്റ് പേഴ്സണെ ആണോ എന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. പല ന്യൂസസും കേൾക്കുമ്പോൾ പലതും കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനത്തെ എനർജീസ് എൻ്റെ ഉള്ളിലുണ്ടോ. നമുക്കും കൂടി ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും പുറത്തുനിന്ന് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ 3 of Swords വന്നതുകൊണ്ട് ഞാൻ പറയാൻ റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ് ഇതിൽ മെയിൻലി കാണിക്കുന്നത്. അത് നിങ്ങളെ നന്നായിട്ട് നിങ്ങളെ കരിയറിന്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലോക്ക് മണി, മണി വരാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് റിസീവിങ് മോഡല്ല, നിങ്ങൾ എനിക്ക് ആ പേഴ്സണെ തന്നെ മതി, എൻ്റെ പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നതാണ് ഇരിക്കുന്നത്. കാരണം എനർജി വന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഒരു പേഴ്സൺ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു യുണീക്കായിട്ടുള്ളൊരു ശരീരവും അല്ലെങ്കിൽ ബോധവും ക്ലാരിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു പേഴ്സൺ ഇല്ലെങ്കിലും ആരില്ലെങ്കിലും നമ്മളെ കൂടെ 24 മണിക്കൂർ ഉണ്ടാവുന്നത് നമ്മൾ തന്നെയാണ്. അതെപ്പോഴും ബോധ്യം വയ്ക്കുക, നന്നായിട്ട് ഹീൽ ചെയ്യുക. 3 of Swords ഒക്കെ പറ്റുക. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് ഫെയിൽ ആയതാൽ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്നെ സ്നേഹിക്കാതെ കൂടുതൽ സമയം അവിടേക്കാണ് കൊടുത്തത്. അപ്പോൾ അവർ പറയുന്നത് നീ നിന്നെ കണ്ടുപിടിച്ചിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കണം. അപ്പോൾ അവർക്ക് ഡൗട്ട് വരികയാണ്, ഇവർ ജെന്യുവൻ ആണോ അല്ലേ, അങ്ങനെ പല ഇൻസെക്യൂരിറ്റീസും അവർക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിലേക്ക് കണ്ടൻറ്റ് ആവുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കണക്ഷൻസ് എല്ലാം നല്ല കണക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് റിലേഷൻഷിപ്പാണ്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ കുറച്ച് ഇന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേബിലിറ്റി കുറവാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇടുതു ചാടി ചെയ്യുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ പൈസയോട് മാത്രം ഫോക്കസ് ഉള്ള പേഴ്സൺ, കുറച്ച് സറൗണ്ടിങ്സിൽ നോക്കുന്നില്ല ഈ ഒരു പേഴ്സൺ. മലയുണ്ട്, നല്ല ഭംഗിയുള്ള പ്ലേസാണ്, പക്ഷെ പൈസയിലേക്ക് മാത്രമാണ്, ആ പൈസയാണ് പെൻറ്റക്കിൾസാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറായിട്ട് ഒന്നിലും ഫോക്കസ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയും ഡിവൈനുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്കൊരു എന്താ പറയുക, മേ ബി സെലിബസി ലൈഫൊക്കെ ആണെന്ന് പറയാം. അങ്ങനെ പോകുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ പോവുക. നിങ്ങളെ എനർജി ഒന്ന് കാമാക്കാനും ഒന്ന് റീഇവാലുവേറ്റ് ചെയ്യാനും എന്താ പറയുക, കുറേ കാര്യങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. ചാരിയറ്റ് കാർഡ് കാണിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പല രീതിയിലുള്ള ചേഞ്ചസും, ട്രാവൽ ആവാനും അല്ലെങ്കിൽ ദൂരെ സഞ്ചരിക്കാനും, മേ ബി ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് പോകാനും ഒക്കെ കാണിക്കുന്നുണ്ട്. കാറ് വാങ്ങാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാനാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ടൈമാണെന്നൊക്കെ പറയുന്നത് ചാരിയറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ 2 എനർജീസും, ഒരു വെള്ളയും ബ്ലാക്കുമാണ്. അപ്പോൾ നിങ്ങളുടെ ഷാഡോ വർക്ക്സ് ഉണ്ട്, അതൊന്ന് ബാലൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ കൂടുതലും പഴയ പേഴ്സൺ, പാസ്റ്റ് ട്രോമേനയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എഗെയിൻ പറയാൻ, പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരിക, ഹീൽ ചെയ്യുക, ഹാർട്ട് ചക്രേനെ വർക്ക് ചെയ്യുക. ഹാർട്ട് ചക്രയിൽ ഇഷ്യൂസസ് വരുമ്പോൾ ഭയങ്കര ഭാരം ഫീൽ ചെയ്യും, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, ഐഡിയാസ്, പാഷൻ, നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യില്ല എന്നാണ് പറയുക. ക്രൗണൊക്കെ ബ്ലോക്ക്ഡ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഹാർട്ട് ചക്ര ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷനിലേക്ക് വരിക. എന്താണോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനാണോ അല്ലെങ്കിൽ വരയ്ക്കാനാണോ ഡാൻസ് ആണോ പാട്ടാണോ എന്താണെങ്കിൽ നിങ്ങളേതായ ഇഷ്ടത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാം. അതിന് കുറച്ച് സമയം പിടിക്കും, പക്ഷെ ഒരു 6 months ഒക്കെ പിടിക്കും, പക്ഷെ നിങ്ങളെ തന്നെ പുഷ് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് 7, 9 ചൂസ് ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്. 7 എന്ന നമ്പറും ഉണ്ട്, 9 എന്ന നമ്പറും ഉണ്ട് കേട്ടോ. 7, 9 ചൂസ് ചെയ്തവർക്ക് 7 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ബ്ലോക്സ് നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എനർജീസ്, നിങ്ങൾ എടുത്തു വെച്ച എനർജീസ് അത്ര നല്ലതല്ല, മനസ്സിലായോ? വന്ന പേഴ്സൺസ് ഒന്നും അത്രയും നല്ല എനർജി ഉള്ളവരല്ല. അപ്പോൾ പോയത് വളരെ നല്ലത് എന്ന് പറയാം. ഓക്കെ, ഇതുവരെ കിട്ടിയ ഓരോ നല്ല മൊമെൻറ്റ്സ് ഒരുപാട് നന്ദി പറയാം അവരുടെ സോളിനോട്. അവർ വിളിച്ചൊന്നും പറയേണ്ട, ടെലിപ്പതി മെസ്സേജസ് അയക്കാം, അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുത്തിട്ട്, ഫോർഗിവ്നെസ് കൊടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ചാർജ് എടുക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർഡ്സിൽ കാണുന്നത് കേട്ടോ. കുറച്ചും ഈ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ പെൻറ്റക്കിൾസിൽ കുറച്ചധികം ഓവർ ആയിട്ട് എന്താ പറയുക, അതിലേക്ക് ഓവർ ഫോക്കസ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആവശ്യമാണ് പെൻറ്റക്കിൾസ്, ഫിനാൻസ്, പക്ഷെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. കണ്ടോ, ബാലൻസിങ്ങിൻ്റെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു വീഡിയോ ഒന്ന് കുറച്ച് അധികമായിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിൽ കാണുന്നത് പല സബ്സ്ക്രൈബേഴ്സും പല രീതിയിലും ഇങ്ങനത്തെ പല ചോദ്യങ്ങളായിട്ട് വരുന്നവർ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ റെസനേറ്ററായിട്ട് 1, 2, 3 പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ആ സിറ്റുവേഷനിൽ പോകുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻഡ്യൂറ്റീവ്ലി അവർക്ക് മനസ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ഇൻഡ്യൂറ്റീവ്ലി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക.
പിന്നെ വീഡിയോ കണ്ടിട്ട് അതിന് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ ചെയ്താൽ മതി. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസസ് വരികയാണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 777 ചാർജ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അതുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് അവർ തീരുമാനിക്കും ഇത്ര പൈസ ഞാൻ തരാം, എനിക്കൊന്ന് റീഡ് ചെയ്ത് തരൂ എന്നെങ്കിൽ ഞാൻ ഓക്കെ ആകും. ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഞാൻ സ്പിരിച്വലായിട്ട് പോകുന്ന ഒരു സംഭവമല്ലേ, അതിനൊരു റെസ്പെക്റ്റ് നമ്മൾ ആദ്യം കൊടുക്കണ്ടേ. എനിക്കറിയില്ല, അത് 3D നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചേച്ചി, എനിക്ക് ആ അടവുണ്ട് ഈ അടവുണ്ട്, അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ തേർഡ് ഐൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ വലിയൊരു ബിഗ് ആൻസർ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം തരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ടാരോ പൈസ ഇല്ലെങ്കിൽ ടാരോ റീഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ ഇന്നോവോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്നും എത്തില്ല. ഞാൻ ഇന്നോവോക്ക് ചെയ്ത് 4-5 കൊല്ലം 5-6 കൊല്ലം സിലബസ് ലൈഫിലൂടെ പോയി ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു എനർജി ഇത്രയും കീപ്പ് ചെയ്ത് വെക്കുന്നത്. അതിലൂടെയാണ് നിങ്ങൾക്ക് സോൾ പർപ്പസ് പരമായിട്ട് കറക്റ്റ് റീഡിങ്സ് കിട്ടുന്നത്. പിന്നെ ഇന്നലെ ഒരു റീഡിങ് എന്നൊരു മെസ്സേജ് വന്നു, 6-7 മെസ്സേജസ് ആണ്. അതിലൊക്കെ റിപ്പീറ്റഡായിട്ട് പറയുന്നത് അതെ കറക്റ്റ് റീഡിങ് കിട്ടുമല്ലോ അല്ലേ. ഇങ്ങനെ അവർക്ക് തന്നെ ട്രസ്റ്റ് ഇല്ല. ഞാൻ സത്യത്തിൽ അങ്ങനെ വരുമ്പോൾ റീഡ് ചെയ്ത് കൊടുക്കാറില്ല. കാരണം ട്രസ്റ്റ് ഇല്ലാത്തവരാണ് അങ്ങനെ ചോദിക്കുക, റീഡിങ്സ് കറക്റ്റ് ആവില്ലേ, എന്നിട്ട് അവർക്ക് പൈസ തരാനോ അത് പറ്റില്ല. പക്ഷെ അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എനിക്ക് അതിൻ്റെ ഉത്തരം വേണം, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. റീഡിങ്സ് കറക്റ്റ് ആവില്ലേ, എന്താ പറയുക, മാനസികമായിട്ടോ അല്ലെങ്കിൽ അത്രയും ഷാഡോ ബോക്സ് ചെയ്യാനുള്ള ആളുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. ഇത് എൻ്റെ കർമ്മക്കണക്കായിരിക്കാം. അപ്പോൾ വട്ടെവർ ഇറ്റ് ഈസ്, എന്താ എനിക്ക് പറഞ്ഞാൽ അവർക്കൊക്കെ ബ്ലെസ്സിങ്സ് കൊടുക്കും. ദൈവം അവർക്ക് കൂടുതൽ ക്ലാരിറ്റി വരട്ടെ, അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസിൽ വർക്ക് ചെയ്യാൻ തോന്നട്ടെ എന്നൊക്കെ ഞാൻ ബ്ലെസ്സിങ്സ് കൊടുക്കും അങ്ങനെ വരുമ്പോൾ. അതിൽ